ചെയ്യാൻ പോകുന്നത് ടെമ്പറേച്ചർ റേഷ്യോ അക്രോസ് ഷോക്കാണ്. അപ്പോൾ ഡിറൈവ് എന്താണ്? ടെമ്പറേച്ചർ റേഷ്യോ അക്രോസ് ഷോക്ക്. നമ്മൾ ഡിറൈവ് ചെയ്യേണ്ട സംഭവം എന്താണെന്ന് ഇപ്പോഴേ അറിയണ്ടേ, എന്നല്ല ഡിറൈവ് ചെയ്യാൻ നമുക്ക് ഉഷാറ് വരുള്ളൂ. നമ്മൾ കണ്ടുപിടിക്കേണ്ട സാധനം ഇതാണ്. ty/tx ഈക്വൽ ടു 1 + (-1/2) mx² ഇൻറ്റു ഇത്തിരി വലിപ്പമുള്ള സംഭവമാണ് 2γ/γ-1 mx² -1. കഴിഞ്ഞിട്ടില്ല, ഇതിൻ്റെ അടിയിലൊരു സംഭവം കൂടി ഉണ്ട്. 1/2 γ + 1/2 2/γ +1 അല്ല, +1 അല്ല, -1 അങ്ങനെ വെട്ടിപ്പോവല്ലോ. -1 ഇൻറ്റു mx². ഈ സംഭവം ഒന്ന് ഡിറൈവ് ചെയ്യണം. ഇതാണ് എന്ത്? സ്റ്റാറ്റിക് ടെമ്പറേച്ചർ റേഷ്യോ ty/tx. ഇത് ആഫ്റ്റർ ഷോക്ക്, ഇത് ബിഫോർ ഷോക്ക്. ആ റേഷ്യോ, ടെമ്പറേച്ചറിൻ്റെ റേഷ്യോ എന്താണ് അറിയണമെങ്കിൽ ഇത് ചെയ്യണം. അപ്പോൾ ഇത് ഡിറൈവ് ചെയ്തുണ്ടാക്കണം. അപ്പോൾ എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്യുക? നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? നമ്മൾ ടി റേഷ്യോ, ടെമ്പറേച്ചറിൻ്റെ റേഷ്യോ ഇൻ ടേംസ് ഓഫ് മാക് നമ്പർ. ഏതാണ് റിലേഷൻ? വീനോ എന്ന് ഇപ്പോൾ എഴുതുന്നില്ല ഞാൻ. T0/Tx. T0/Tx എന്നാണ് നമ്മൾ പൊതുവേ എഴുതുക. അത് എക്സ് കൂടി എഴുതാണ് നമ്മൾ. T0/T ഇക്വേഷൻ നമുക്കറിയാമല്ലോ. അതിന് ഒന്നുകൂടി പറയാം അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. T0/Tയുടെ ഇക്വേഷൻ എന്താണ്? 1 + (γ-1/2) m² ആണ്. അപ്പോൾ എന്ത് വരും? T0x എന്തായിരിക്കും വരിക? T0x/Tx ആകുമ്പോൾ എന്ത് വരും? ഇവിടെ എക്സ് ഇട്ട് കൊടുക്കുക. അത്ര വ്യത്യാസമുള്ളൂ. അതുപോലെ തന്നെ എന്താണ്? T0y/Ty എന്തായിരിക്കും? 1 + (γ-1/2) my². ഓക്കെ. ഇനി ഫോർ അഡിയാബാറ്റിക് എനർജി ഇക്വേഷൻ ഫോർ പെർഫെക്റ്റ് ഗ്യാസ് നമുക്കറിയാം എന്താണ്? ഫോർ അഡിയാബാറ്റിക് എനർജി ഇക്വേഷൻ ഫോർ എ പെർഫെക്റ്റ് ഗ്യാസ്. ഇത് അഡിയാബാറ്റിക് ആണെങ്കിൽ എന്താണ് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്? എന്ത്? T0x സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ഈസ് എ കോൺസ്റ്റൻറ്റ്. T0x = T0y = T0 ഫ്രം നോ എന്ന് വേണമെങ്കിൽ പറയാം. ഫ്രം നോ, ഫോർ നോ. അപ്പോൾ ഷോക്കിൻ്റെ കേസിൽ എന്താണ്? T0x = T0y. മുമ്പത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. T0 സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഇൻ എ ഷോക്ക്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇതിൽ നിന്നും ചെയ്യണം. അപ്പോൾ ഇത് തമ്മിൽ നമുക്ക് കിട്ടേണ്ട സാധനം തന്നെ ty/tx ആണ്. അപ്പോൾ ty/tx എന്ന് എഴുതാം. ty/tx എന്ന് എഴുതാം. അപ്പോൾ ty/tx കിട്ടാൻ വേണ്ടി ഇതിനെ തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റുക? നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ ty മുകളിലേക്ക് വരില്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? T0x/tx എന്ന് പറഞ്ഞാൽ ഈ സംഭവത്തിന് ഇത് ഇൻറ്റു ചെയ്താൽ മതി. ഇത് ഇൻറ്റു ഇത് തിരിച്ചിടണം. തിരിച്ചിട്ടിട്ട് എഴുതുക. തിരിച്ചിടാന്ന് വെച്ചാൽ ഡിവൈഡിങ് ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, കൺഫ്യൂഷൻ വരണ്ട. തിരിച്ച് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ എഴുതാം ഞാൻ. T0y ഇങ്ങനെ എഴുതുമ്പോൾ ചില സംശയം വരാം വീണ്ടും. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് എഴുതി കാണിച്ചു തരാം. T0x/Ty/T0y/Ty. പിന്നെ ഇതിൻ്റെ അർത്ഥം ഇത് തിരിയെന്ന് പറഞ്ഞുകൂടാ നിങ്ങൾക്ക്. ഇത് എന്താണ്? a/b/c/d എന്ന് പറഞ്ഞാൽ എന്താണ്? a/b × d/c ആണ്. അപ്പോൾ നമുക്ക് വേണ്ട സാധനം ഡി ഇവിടെ ബി താഴ്ത്ത് വരുന്നുണ്ടെങ്കിൽ കണ്ടില്ലേ? ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഈ Ty ഇത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ എന്ത് വരും? തിരിയും. കാണിച്ചു തരാം. ഇൻറ്റു എന്ത് വരും? Ty/T0y എന്നായി മാറും ഇത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സംഭവം നടന്നു. Ty/tx ഇതിനുള്ളിൽ കിടക്കുന്നുണ്ട്, കണ്ട? ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ സംഭവം കൂടി വരും. എന്താണ്? T/tx ഇൻറ്റു T/tx ഇത് അല്ല. അപ്പോൾ കാര്യം ചെയ്യാം. T0 ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇതിന് പകരം ഇതാണെന്ന് എഴുതാം. അപ്പോൾ ഇതിനകത്ത് എന്തുണ്ട്? = Ty/tx ഇൻറ്റു ഒരു സാധനം കൂടി കിടക്കുന്നുണ്ട്. T0x/T0y.
അപ്പോൾ നമുക്കൊരു കാര്യം ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഈ ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 നമ്മൾ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇത് കിട്ടും. അപ്പോൾ എന്താ വരിക, ഈക്വൽ ടു, ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്ന അറിയാം. ഇത് ഈക്വൽ ടു ഒന്നുകൂടി എടുത്ത് എഴുതാൻ വേണമെങ്കിൽ കൺഫ്യൂഷൻ വരണ്ട. T0/dx/T0π/Ty ഈക്വൽ ടു എന്ത് വരും, 1 + Γ-1/2 mx² 1 + Γ-1/2 my². കിട്ടിയില്ലേ? അപ്പോൾ ഇത് ഈക്വൽ ടു ഓൾറെഡി നമുക്ക് എന്താണെന്ന് അറിയാം, Ty/Tx ഇൻറ്റു T0x/T0π. അപ്പോൾ ഇത് മാത്രം കൺസിഡർ ചെയ്യണമെങ്കിൽ എന്ത് വരും, Ty/Tx ഈക്വൽ ടു, ഇതിൻ്റെ കൂടുതൽ കാര്യം നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. എന്താണ്, വേറെ സിംപ്ലിഫൈ ചെയ്യാൻ ഒരു സമയം വേസ്റ്റ് ആകണ്ട. വി നോ എന്താണ്, ആൾസോ വി നോ T0x ഈക്വൽ ടു T0y ഈക്വൽ ടു T0. അപ്പോൾ ഇത് രണ്ടും വെട്ടി പോകും തമ്മിൽ, രണ്ട് സെയിം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, Ty/Tx ഈക്വൽ ടു 1 + Γ-1/2 mx² + Γ-1/2 my² എന്ന് കിട്ടി. അപ്പോൾ Ty/Tx നമുക്ക് ഇങ്ങനെ കിട്ടി, വളരെ സിമ്പിളായിട്ട് കിട്ടി. ഓക്കെ, ഇനി അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്, അടുത്ത സ്റ്റെപ്പ് ഇതിൽ നിന്നും നമ്മൾ ഉദ്ദേശത്തിലേക്ക് എത്തണം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് my² എടുത്ത് കളയണം. അതാണ് നമ്മുടെ ഉദ്ദേശം, my² എടുത്ത് കളയണം. നോക്കിയാൽ അറിയാം, ഇതിൽ my² എവിടെയില്ല, my ഇല്ല, mx മാത്രമേ ഉള്ളൂ. അതായത് അപ്സ്ട്രീം മാക് നമ്പറിൻ്റെ ടേംസിൽ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനുള്ളിൽ നിന്ന് my² കളയാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും എന്തായിരിക്കും ചെയ്യേണ്ടി വരിക, my² സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. my² സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് കൊടുക്കാം, അടുത്തതിൽ കൊടുക്കാം. എന്താ വരിക, Ty/Tx ഈക്വൽ ടു എന്താണ് നമ്മൾ എഴുതിയിട്ടുള്ളത്, നേരത്തെ എഴുതിയിട്ടുള്ളത് എന്താണ്, 1 + Γ-1/2. ഒപ്പം പറയാം, അപ്പോൾ നമുക്ക് പഠിക്കുകയും ചെയ്യാം. 1 + Γ-1/2 my². നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോകുന്നത് ഇതിന് പകരമാണ്. അപ്പോൾ ഇവിടെ തന്നെ എഴുതട്ടെ, അടിയിലേക്ക് എഴുതി പേജ് എന്ന് അറിയാൻ പെട്ടെന്ന്, അതുകൊണ്ടാണ് 1 + Γ-1/2 mx² 1 +. അപ്പോൾ അതിന് മുമ്പായിട്ടൊരു കാര്യമുണ്ട്, my² ഒന്ന് എടുത്ത് എഴുതണമല്ല അതിൻ്റെ ഒരു മര്യാദ. അപ്പോൾ വീനോ my² ഈക്വൽ ടു, അടിക്കടിക്ക് എഴുതാം, സ്ഥലം ലാഭിക്കാൻ ഒരു കാര്യമില്ല, ആ കൺഫ്യൂഷൻ കൂടുള്ളൂ. my² എന്താണ്, 2/Γ-1 + mx² 2Γ/Γ-1 mx² -1. സബ്സ്റ്റിറ്റ്യൂട്ടിങ് 4 എന്ന് പറഞ്ഞാൽ ഏതാ, അതിന് വീനോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെറുതെ തന്നെ, ഇതൊക്കെ നമുക്ക് എല്ലാം അറിയാവുന്ന കാര്യമൊന്നുമല്ല, അറിയേണ്ടത് നമുക്ക്. സബ്സ്റ്റിറ്റ്യൂട്ടിങ് 4 my² Ty/Tx ബിക്കംസ് എന്താണ്, 1 + Γ-1/2 mx². മുകളിലത് എവിടെ തന്നെ, അടിയിൽ വരുന്ന സംഭവം വ്യത്യാസം അടിയിലാണ് വരുന്നത്. ഈ കാണുന്ന സ്ഥലത്ത് ഒരു വലിയ സാധനം വരും, അത് സാധനമാണെന്ത്, ഇത് ഈ കാണുന്ന ബോക്സ് ഇവിടേക്ക് വരും. എന്താ വരിക, 2/Γ-1 + mx², 2Γ/Γ-1 mx² -1. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യലാണ് നമ്മുടെ പരിപാടി. ഇത് കാണുമ്പോൾ തന്നെ അത് വെട്ടി പോകുന്നുള്ളത്, ഉള്ളിലേക്ക് കൊടുക്കാതെ, ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ എന്ത് വരിക, 1 + Γ-1/2 mx². മുകൾ ഭാഗത്തിന് കുഴപ്പമൊന്നുമില്ല, അടിഭാഗത്താണ് സംഭവം നടക്കാൻ പോകുന്നത്. ഉള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, ഇത് ഇൻറ്റു ഇത് ചെയ്യുമ്പോൾ വെട്ടിപ്പോകും. അപ്പോൾ ഫസ്റ്റ് ടേം എന്തായിരിക്കും വരിക, ഇത് ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം 1 വരും. ഈ ബോക്സിനകത്തുള്ള കാര്യം പറഞ്ഞു കേട്ടോ, ബോക്സിനകത്ത്, ബോക്സ് നിങ്ങൾ വരച്ച് നോക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. 1 പ്ലസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കണ്ടേ, 1 + Γ-1/2 mx². താഴത്തുള്ളതിന് വ്യത്യാസമൊന്നുമില്ല, 2Γ/Γ-1 -1. ഇനിയിപ്പോൾ ഇതിനെന്ത് ചെയ്യുന്നുള്ളതാണ് ഞാൻ അടുത്ത ഒരു ചോദ്യം. ഈ കാണുന്ന സംഭവത്തിൽ നിങ്ങൾക്ക് കണ്ടിട്ട് എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നുണ്ടോ? മുമ്പ് ഇതേപോലെ ചെയ്തിട്ടുണ്ട്, മുമ്പ് ചെയ്തതിൽ ഏകദേശം ഇതേ ഫോർമാറ്റിന് വന്നുള്ളൂ. അപ്പോൾ അടിയിൽ ഭാഗം എന്ത് ചെയ്യുക, അടിഭാഗത്തിന് ഡിനോമിനേറ്ററിനെ ഇവിടേക്ക് കൊടുക്കുക. അത് ഞാൻ ഇവിടെ തന്നെ എഴുതട്ടെ, അപ്പോൾ അറിയാൻ വേണ്ടിയിട്ട് ഒരു വര വരച്ചിട്ടുണ്ട്. ഈക്വൽ ടു ഇത് വരിക, മുകൾ ഭാഗമാണ് ഈ ബാക്കിലിട്ട് കൊടുക്കുക അറിയാൻ വേണ്ടിയിട്ട്, ബോക്സിലിടാം. മുകൾ ഭാഗത്ത് എന്താണ് വ്യത്യാസമൊന്നുമില്ല, 1 + Γ-1/2 mx² തന്നെയാണ് മുകൾ ഭാഗത്ത്. താഴ്ഭാഗത്ത് ഇവിടെ എന്ത് വരും, ഈ സ്ഥലത്ത് ഈ കാണുന്ന ടേം എഴുതണം,
2 ഗാമ ബൈ ഗാമ മൈനസ് 1 എം എക്സ് സ്ക്വയർ മൈനസ് 1 എന്നുള്ളൊരു ടേമും പ്ലസ് എന്തുണ്ട് പ്ലസ് 1 പ്ലസ് ഗാമ മൈനസ് 1 ബൈ 2 എം എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരു ടേമും കൂടി അടിയിൽ വേണം. അത് കൂടാതെ ഇപ്പോൾ ഈ അടിയിൽ വരുന്ന ഈ കാണുന്ന സാധനം കോമൺ ആയിട്ടുള്ളത് 2 ഗാമ ബൈ മൈനസ് 1 എം എക്സ് സ്ക്വയർ മൈനസ് 1 അടിയിലുണ്ട്. എ ബൈ ബി ബൈ സി ഈക്വൽ ടു പറഞ്ഞ സംഭവം ഇത് നേരെ മുകളിലേക്ക് പോകും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ത് വരും? ഈക്വൽ ടു എന്ത് വരും? എന്താണ് സാധനം ലെഫ്റ്റ് സൈഡിൽ എന്താണെന്ന് നമ്മൾ മറക്കരുത്. ടി ഒ ബൈ ടി എക്സ് ആണ്. അപ്പോൾ അത് ഇടയ്ക്കൊന്ന് എഴുതുന്നത് നല്ലതാണ്. ടി ഒ ബൈ ടി എക്സ് തിരിഞ്ഞിട്ട് മുകളിലേക്ക് വരുമ്പോൾ എന്ത് വരും? തൊട്ട് മുകളിലേക്ക് മുകളിൽ ഇത് തന്നെ. ഇതിൻ്റെ അപ്പുറത്ത് ഇത് വരും അല്ലേ? അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് എന്ന് പറയുമ്പോൾ 1 പ്ലസ് ഗാമ മൈനസ് 1 ബൈ 2 എം എക്സ് സ്ക്വയർ. ഈ ബോക്സിൻ്റെ ഇപ്പുറത്ത് വേറൊരു ബോക്സ് വരും. ആ ബോക്സിൽ എന്താ ഉള്ളത്? ഒരു വലിയ സാധനം 2 ഗാമ ബൈ ഗാമ മൈനസ് 1 എം എക്സ് സ്ക്വയർ മൈനസ് 1. പിന്നെ അടിയിലുള്ളത് എന്താണ്? അടിയിൽ വരുന്നത് 2 ഗാമ ബൈ ഗാമ മൈനസ് 1 എം എക്സ് സ്ക്വയർ മൈനസ് 1. അടിയിലെന്താണ്? പ്ലസ് ആണോ ഇൻറ്റു ആണോ? നോക്കി പ്ലസ് ആണ്. അപ്പോൾ അത് പ്ലസ് 1 പ്ലസ് ഗാമ മൈനസ് 1 ബൈ 2 എം എക്സ് സ്ക്വയർ. ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വീണ്ടും ഈ അടിഭാഗം മാത്രം ഇതിൽ സിംപ്ലിഫൈ ചെയ്യാനുള്ളതുണ്ട്. മോൾ ഭാഗം ഉടനെ കാണിച്ചിരിക്കട്ടെ. അടിഭാഗം നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഇതിനെ ലെറ്റ് denominator be called d1. അപ്പോൾ d1 equal to 2 gamma by gamma minus 1 simplifying d1. ഇതിന് മാത്രം സിംപ്ലിഫൈ ചെയ്യാൻ കുറച്ച് പരിപാടികളുണ്ട്. അതുകൊണ്ടാണ് പ്ലസ് ആഡിങ് ചെയ്യാനല്ല, ബ്രാക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. 1 പ്ലസ് ഗാമ മൈനസ് 1 ബൈ 2 എം എക്സ് സ്ക്വയർ. ഇത് ഒരുമിച്ചാണ് ഇട്ടത്. ഇതിലിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യാൻ പറ്റുക നമ്മൾ ആലോചിക്കണം. ഇവിടെ ഇതൊരു എം എക്സ് സ്ക്വയർ പുറത്തേക്ക് എടുത്താലോ? നമുക്ക് കാര്യം ചെയ്യാം. ടേക്കിംഗ് എം എക്സ് സ്ക്വയർ ഔട്ട്സൈഡ്. അപ്പോൾ d1 ഈക്വൽ ടു എന്ത് വരും? എം എക്സ് സ്ക്വയർ ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് വരും. ഇൻറ്റു 2 ഗാമ. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? 2 ഗാമ ബൈ ഗാമ മൈനസ് 1 അവിടെ ഉണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ എന്ത് വരും? ഇവിടെ -1 ഉണ്ട്. ഈ -1 നമുക്ക് കാര്യം ചെയ്യും. ഈ -1 പ്ലസ് 1 തമ്മിൽ എന്താണ് വെട്ടിപ്പോയില്ലേ? ഭാഗ്യം വെട്ടിപ്പോയി. പിന്നെ ബാക്കി ഇതേ ഉള്ളൂ. വേണമെങ്കിൽ ഇവിടെ സിംപ്ലിഫൈഡ് ഇക്വേഷൻ വേണമെങ്കിൽ ഇവിടെ എടുത്ത് എഴുതിക്കോ. 2 ഗാമ ബൈ ഗാമ മൈനസ് 1 എം എക്സ് സ്ക്വയർ പ്ലസ് ഗാമ മൈനസ് 1 ബൈ 2 എം എക്സ് സ്ക്വയർ. ഇവിടെ ചെറുതായില്ല ഇക്വേഷൻ. ഓക്കെ, അപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇവിടെ വര ഒരു നോട്ടിക്കൽ ഒന്നും തോന്നരുത് കേട്ടോ. വരടാ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അപ്പം ഇത് ബിക്കംസ് ഇത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇനി അടുത്ത ടേം ഇതുള്ളൂ ബാക്കി. പ്ലസ് ഗാമ മൈനസ് 1 ബൈ 2 ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിനെ ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. ഡിനോമിനേറ്റർ ഇങ്ങനെ ഇല്ലേ? അപ്പോൾ അതിന് നമുക്ക് ഇവിടെ തന്നെ സിംപ്ലിഫൈ ചെയ്യാം. അതിന് വേണ്ടി വേറൊരു സബ് ആയിട്ട് പോകേണ്ട കാര്യമില്ല. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഗാമ ഇൻറ്റു ഗാമ എത്ര വരും? ഇൻറ്റു 2 ഇത് മൾട്ടിപ്ലൈ. അതിനെ എഴുതാം നമുക്കൊന്ന്. ഗാമ മൈനസ് 1 ഇൻറ്റു ഗാമ മൈനസ് 1 ഹോൾ സ്ക്വയർ ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു 2. ഇതെന്ത് വരും? എം എക്സ് സ്ക്വയർ. ഇത് 4 ഗാമ പ്ലസ് ഗാമ മൈനസ് 1 ബൈ 2 ഹോൾ സ്ക്വയർ ബൈ ഗാമ മൈനസ് 1 ബൈ 2 ഇൻറ്റു ഒരു 2 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് 4 ഗാമ പ്ലസ് ഗാമ മൈനസ് 1 സംഭവം കണ്ടില്ലേ? ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനൊന്നും സിംപ്ലിഫൈ ചെയ്യാം. അടുത്ത പേജിലേക്ക് പോകാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഇവിടെ തന്നെ എഴുതട്ടെ, അല്ലെങ്കിൽ അടുത്ത പേജിലേക്ക് പോകാം, കുഴപ്പമില്ല, കൺഫ്യൂഷൻ വരണ്ട. ഈ 4 ഗാമ ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. ഇതിനെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എ മൈനസ് ബി, വീണ്ടും തിലകം പറഞ്ഞ പോലെ സ്പടിയത്തിൽ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താണ്? എ സ്ക്വയർ മൈനസ് 2ab 2 ഇൻറ്റു എ ഇൻറ്റു ബി 2 ഇൻറ്റു ആർ ഇൻറ്റു 1 മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ 1 സ്ക്വയർ ബൈ അടിയിലത്തെ കാണുന്നത് അവിടെ എഴുതിക്കോ. ഇത് എന്ത് സംഭവം? ഇത് ഈ 2 ഗാമ ഉണ്ട്. അപ്പോൾ 4 ഗാമ മൈനസ് 2 ഗാമ എത്രയാണ്? ഇവിടെ തന്നെ എഴുതട്ടെ, അടുത്തേക്ക് പോകണോ? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഇത്
-2 ഗാമ 4 ഗാമ എന്ന് പറഞ്ഞിട്ട് +2 ഗാമയാവും. ഇവിടെ തന്നെ ഇതിൽ കാണുള്ളൂ, അടുത്തതിൽ എഴുതിയാൽ മനസ്സിലാവില്ല ആൾക്ക്. ഈക്വൽ ടു ഇത് വരും ഗാമ സ്ക്വയർ അവിടെ തന്നെയുണ്ട്. 4 ഗാമയും -2 ഗാമയും +2 ഗാമ +1/2 × ഗാമ -1. ഒരു കാര്യം മനസ്സിലായില്ല, ഇതെന്താ സംഭവം? ഇത് വേറൊന്നുമില്ല, a+b² ആണ് ഈക്വൽ ടു a² + 2ab + b². ഞാൻ ഈ കളറിൽ ഇപ്പോൾ അതിനോട് എഴുതി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ വരുന്നത്, വേറെ കളറിൽ ചെയ്തായിരുന്നു. പോട്ടെ, നിങ്ങൾക്കറിയണ കാര്യങ്ങളാണത്. അപ്പോൾ ഇവിടെ എഴുതിയ വീണ്ടും കൺഫ്യൂഷനാവും. ഈക്വൽ ടു mx² ഇൻറ്റു ഈ കാണുന്ന സാധനത്തിന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ γ+1² അല്ലേ, γ+1² എന്നാണ് അത് കിട്ടുക. ഉൾഭാഗം അടിഭാഗം 2 × γ-1 γ-1 കഴിഞ്ഞല്ലേ. അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. d1 ആണ് പറയണത്, അല്ലാണ്ട് ഈ ty/tx അല്ല, d1ൻ്റെ അവസ്ഥയാണ് പറയണം. അപ്പോൾ d1 ഇത്ര ആക്കിയ സ്ഥിതിക്ക് ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ഇത്ര ചെയ്ത് തിരിച്ച് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിലേക്ക് തന്നെ ഇതിൻ്റെ സ്ഥലത്തേക്ക് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? ty സബ്സ്റ്റിറ്റ്യൂട്ടിങ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഏതാണ്? അണ്ടർസ്റ്റുഡ് അല്ലേ? ചെറുതായിട്ട് ഏതാ സബ്സ്റ്റിറ്റ്യൂട്ടിങ് സിംപ്ലിഫൈഡ് d1 ഏത് ഡിനോമിനേറ്റർ ഓഫ് ഇക്വേഷൻ. വീണ്ടും ഇതിൻ്റെ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക, ഇക്വേഷൻ 1. ഓക്കെ, അപ്പോൾ ty/tx ബിക്കംസ് എന്ത് വരും? ഉൾഭാഗം സെയിം തന്നെ, 1 + γ-1/2 mx². പിന്നെ ബോക്സ് കിടക്കട്ടെ, മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, 2 γ/γ-1 ഇൻറ്റു mx² - 1. അടിഭാഗത്താണ് നമ്മുടെ ഡിനോമിനേറ്റർ d1. എന്ത് വരും? mx² ഇൻറ്റു γ+1² / 2 × γ-1. അപ്പോൾ നമുക്ക് വേണ്ട ഇതിൽ മൊത്തം mx² ഉള്ള my ഒന്നും ഇല്ല. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യത്തിന് ഓക്കെ ആണ്. ഇനി ഇത് പോരാ, സാറ്റിസ്ഫൈങ് അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ശരിക്കുള്ള സാധനത്തിലേക്ക് വരണമെങ്കിൽ ഇപ്പോൾ എന്താ വ്യത്യാസമുള്ളത്? മോൾ ഭാഗം ഓക്കെ അല്ലേ? നമ്മുടെ മോൾ ഭാഗം ഓക്കെയാണ്, നോക്കി അറിയാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകാനായിട്ടൊരു ഹോം കീ കൊടുക്കണം, എന്നാൽ ശരിയാവുള്ളൂ. അതായത് ഇതിന് നമ്മളൊരു ഹോം ആക്കി വയ്ക്കും. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇവിടെ എന്താണ് മോൾ ഭാഗം സെയിം ആയിട്ടുണ്ട്. മോൾ ഭാഗം സെയിം അല്ലേ? γ-1/2 ഉണ്ട്, γ-1 ഉണ്ട്, mx² ഉണ്ട്, m² ഉണ്ട്. രണ്ടാമത്തെ ടേം ഈ കാണുന്ന സാധനം തന്നെയാണ് ഇവിടെ. അപ്പോൾ ടോപ്പ് ഓക്കെ, ബോട്ടം ഓക്കെ ആണോ? ബോട്ടം ഇത് ഓക്കെ, ഇതിനൊന്നും ചെയ്യാനൊന്നുമില്ല. ഈ ഹാഫ് എന്നുള്ളത് ഇപ്പോൾ 1/2 ആണുള്ളത്, 1/2 അത് പുറത്തേക്ക് എടുത്തത് അത്ര വലിയ പാടുണ്ടോ? അത് സെയിം തന്നെയാണോ കിട്ടിയിട്ടുള്ളത്? ഇനി പ്രത്യേകിച്ച് ഒന്നും എഴുതാനൊന്നുമില്ല. 1/2 ഇത് 1/2 തന്നെയാണ്. ഇത് ഇവിടെ 1 × സംഭവമല്ലേ, പുറത്തേക്ക് എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ ഡൺ. ഓക്കെ, കാര്യങ്ങളെല്ലാം മുകളിൽ γ+1² ഉണ്ട്, അടിയിൽ γ-1 ഉണ്ട്, എല്ലാം ഓക്കെയാണ്, പെർഫെക്റ്റ്. ഡൺ. ഇനി വേറെ ഒന്നും എഴുതാനൊന്നുമില്ല.